الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. പേരിന് ഒരു മുസ്ലിം പോലും ഇല്ലാത്ത ഒരു നാട്ടിൽ ഒരു മഹാപ്രവാചകൻ അവിടെ നിലനിൽക്കുന്ന ശിർക്കൻ സാമൂഹ്യ ക്രമത്തിനകത്തെ രാജഭരണത്തിൽ അധികാരം ഏറ്റെടുത്ത് കൊണ്ടു നടന്ന ഒരു ചരിത്രം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമുക്കറിയാവുന്നതുപോലെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം അങ്ങനെയാണ് ഖുർആൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലായിരുന്നു യൂസുഫ് നബി ജനിച്ചതും വളർന്നതും, പശ്ചിമേഷ്യയിൽ. അദ്ദേഹത്തിന്റെ സഹോദരന്മാർ കാണിച്ച ഒരു അന്യായത്തിന്റെ അതിക്രമത്തിന്റെ ഭാഗമായി ഒടുവിൽ യാത്രാ സംഘത്തിന്റെ കയ്യിലകപ്പെട്ട് ആഫ്രിക്കൻ വൻകരയിലെ ഈജിപ്തിലെ തെരുവിൽ അടിമ ചന്തയിൽ വിൽക്കപ്പെട്ടു. ചുരുക്കി അങ്ങനെ മനസ്സിലാക്കാം. പ്രഭുവാണ് വാങ്ങിയത്. മക്കളില്ലാത്തത് കൊണ്ട് എല്ലാ അംഗീകാരവും ലാളനയും കൊടുത്ത് വളർത്തി. പ്രഭുവിന്റെ പത്നി അനാശാസ്യത്തിന് ശ്രമിച്ചു. യൂസുഫ് അതിന് തയ്യാറായില്ല. ഒടുവിൽ അവരുടെ കുതന്ത്രത്തിന്റെയും സ്വാധീനത്തിന്റെയും ദുരാരോപണത്തിന്റെയും ഒക്കെ ഭാഗമായി ഈ ചെറുപ്പക്കാരൻ ജയിലിലടക്കപ്പെട്ടു. ജയിലിലടക്കപ്പെട്ട പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ സഹതടവുകാരായി ജയിലിലടക്കപ്പെട്ട ആളുകൾ വേറെയും ഉണ്ടായിരുന്നു. അതിൽ 2 ആളുകളെ കുറിച്ച് ഖുർആൻ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. അള്ളാഹു യൂസുഫ് നബിക്ക് നൽകിയ ഒരു പ്രത്യേകമായ കഴിവിനെ നമ്മെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം ആ ഈജിപ്തിലെ ആളുകൾ ഏറ്റവും അറിവും കഴിവുള്ളവരായി വിരാജിച്ചിരുന്ന ആ മേഖലയിൽ, സ്വപ്നവ്യാഖ്യാനത്തിന്റെ മേഖലയിൽ കഴിവ് തെളിയിച്ച് രംഗത്ത് വരാൻ അവസരമൊരുക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല തടവറയിൽ തടവുകാരുടെ കൂടെ ജീവിക്കുന്ന അന്തേവാസിയായ യൂസുഫ് നബിയുടെ പ്രബോധനത്തിന്റെ ഒരു രംഗം അവിടെ വിശദീകരിക്കുന്നുണ്ട്. ജയിലടക്കപ്പെട്ട 2 പേരും യൂസുഫിനോട് പറയുന്നുണ്ട്, താങ്കൾ മാന്യനാണ്, നിങ്ങളിൽ എന്തൊക്കെയോ സവിശേഷങ്ങൾ കാണുന്നു.
ഞങ്ങളിങ്ങനെ ഇന്ന ഇന്ന കാരണത്താൽ തടവിലാക്കപ്പെട്ടവരാണ്. കൊട്ടാരത്തിലായിരുന്നു ജോലി രാജാവിൻ്റെ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഓരോ സ്വപ്നം കണ്ടിരിക്കുന്നു. അതിൻ്റെ വ്യാഖ്യാനം അങ്ങ് പറഞ്ഞു തരണം, അങ്ങേക്ക് അതിന് കഴിയും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ വചനങ്ങളുടെ ചുരുക്കം അങ്ങനെയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ അവരോട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സാധാരണഗതിയിൽ ജയിൽ വാർഡൻ ഭക്ഷണവുമായി വരുന്ന സമയമാണല്ലോ ഇത്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വരുന്ന ആ സമയത്തിനകത്ത് തന്നെ, അഥവാ ഭക്ഷണം എത്തും മുമ്പേ ഞാൻ നിങ്ങൾ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരാം. ഖദ് അല്ലമനി റബ്ബി, അടിവരയിട്ട് പറയുന്ന ഒരു ഭാഗം അതാണ്. അതിന്റെ നാഥൻ എന്നെ പഠിപ്പിച്ച സവിശേഷമായ അറിവാണ്. അന്നത്തെ ഈജിപ്തിലെ രാജാവിന്റെ കൊട്ടാരത്തിലെ വിദൂഷകന്മാർ, രാജകൊട്ടാരത്തിലെ വലിയ വലിയ വിജ്ഞർ, പണ്ഡിതർ എന്ന് പറയുന്നവർ സ്വപ്ന വ്യാഖ്യാനത്തിൽ കഴിവുള്ളവരായിരുന്നു. അതാണ് ആ കാലഘട്ടത്തിലെ വൈജ്ഞാനിക മേഖല. അപ്പൊ ഈ സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുന്ന സവിശേഷമായ അറിവ് അള്ളാഹു എനിക്ക് നൽകിയതാണ്. ഖാല, യൂസുഫ് നബി അവരോട് പറയുന്നുണ്ട്, ലാ യഅതീകുമാ തആമുൻ തുർസഖാനി, നിങ്ങളെ ഭക്ഷിപ്പിക്കാനുള്ള ഭക്ഷണവുമായി ആളുകൾ വരാറുണ്ടല്ലോ. ആ ആളുകൾ വരുന്നതിന് മുമ്പ് ഇല്ലാ നബ്ബഅതുകുമാ ബിതഅ്വീലിഹി, നിങ്ങൾ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ സ്വപ്നം പറയൂ, അപ്പോൾ തന്നെ വ്യാഖ്യാനം പറയാൻ എനിക്ക് കഴിയും. ഞാൻ അത്രയും ആ മേഖല കഴിവുള്ള ആളാണ്. ഖബല അൻ യഅതിയകുമാ, അവർ രണ്ടുപേരും നിങ്ങൾക്കുള്ള ഭക്ഷണവുമായി വരും മുമ്പ് ഞാൻ പറഞ്ഞു തരാം. അഥവാ ഇപ്പോൾ ഭക്ഷണ സമയമാണ്, ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വരും. അവര് വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞാൽ എനിക്ക് കഴിയും. കാരണം ദാലികുമാ മിമ്മാ അല്ലമനി റബ്ബി, എൻ്റെ റബ്ബ് എന്നെ പഠിപ്പിച്ച അറിവാണത്. എനിക്ക് ആ വിഷയത്തിൽ അള്ളാഹു അറിവ് നൽകിയിട്ടുണ്ട്. ഇന്നി തറക്തു മില്ലത്ത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹ്, തുടർന്ന് അതേ ശ്വാസത്തിൽ അതേ വർത്തമാനത്തിൽ അദ്ദേഹം നിലപാട് കൂടി പറയുന്നുണ്ട്. ഷിർക്കൻ സംവിധാനമുള്ള ഒരു രാജ്യമാണ്. ആ ഈജിപ്തിൽ ഒരു മുസ്ലിം പോലും ഇല്ല. അവിടെ മുസ്ലിമായിട്ട് ഇപ്പോൾ ഉള്ളത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്, ജയിലിലാണ്. ഷിർക്കൻ സംവിധാനത്തിൽ രാജഭരണം നിൽക്കുന്ന ഒരു സാമൂഹിക ക്രമത്തിനകത്ത് അവരുടെ വിശ്വാസക്രമത്തെ മുൻനിർത്തി ഈ ആളുകൾക്ക് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹം തന്റെ നിലപാട് പറയുന്നത്, ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹി വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അല്ലാഹു വിശ്വസിക്കാത്ത, പരലോകത്ത് നിഷേധിക്കുന്ന ഈ ജനതയുടെ, ഈജിപ്തിലെ ജനങ്ങളുടെ വിശ്വാസം ഞാനിതാ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഞാൻ അതിനെ സ്വീകരിക്കുകയില്ല. അഥവാ നിങ്ങളുടെ ആദർശമല്ല എന്റേത്, നിങ്ങളുടെ വിശ്വാസക്രമമല്ല എന്റേത്. ഞാൻ മുറുകെ പിടിക്കുന്ന ആദർശം അള്ളാഹുവിലെ വിശ്വാസമാണ്, പരലോക വിശ്വാസമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഖൗമാണ്, ഒരു ജനതയാണ്. മില്ലത്തു ഖൗമിൻ, ഈ ഖൗമിന്റെ പാരമ്പര്യം ലാ യുഅ്മിനൂന ബില്ലാഹി, അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവർ പരലോകത്തെ നിഷേധിക്കുന്ന കാഫിരീങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഈ മാർഗം പിൻപറ്റുന്ന ഒരാളല്ല കേട്ടോ. സ്വപ്നത്തിന്റെ വ്യാഖ്യാനമൊക്കെ പറഞ്ഞു തരാം. പക്ഷെ നിങ്ങളുടെ ആളുകൾ മുറുകെ പിടിക്കുന്ന ആദർശം ബഹുദൈവ ആരാധന ക്രമമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ സ്വപ്ന വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനം പറയാം. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഞാൻ അല്ലാഹു വിശ്വസിക്കുന്ന ഒരാളാണ്, പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഈ വിഷയത്തിൽ കൃത്യമായ അറിവുണ്ട്. ആ അറിവാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് എന്നങ്ങ് പറയാണ്. സ്വന്തം ആദർശത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് തനിക്ക് അറിവുള്ള ഒരു മേഖലയിൽ തന്നോട് സഹായം ചോദിച്ചുന്ന ആളുകൾക്ക് ആ സഹായം നൽകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ആമുഖ വർത്തമാനമാണ് ഖുർആൻ ഈ പറഞ്ഞ സൂറ യൂസുഫ്. തൊട്ടടുത്ത വചനം 38-ാം വചനത്തിൽ വീണ്ടും വത്തബഅതു മില്ലത ആബാഇ ഇബ്രാഹിമ വഇസ്ഹാഖ വയാഖൂബ്, ഞാൻ പിൻപറ്റുന്ന പാരമ്പര്യം ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ, യാഖൂബ് നബിയുടെ, അഥവാ അദ്ദേഹത്തിന്റെ പിതാവ്, ഇവരുടെയൊക്കെ പാരമ്പര്യമാണ്. ഇബ്രാഹിമ വഇസ്ഹാഖ വയാഖൂബ, ഇബ്രാഹിമിന്റെ മകൻ ഇസ്ഹാക്കിനെ യാക്കൂബിന്റെ, എൻ്റെ വാപ്പയുടെ, ഞങ്ങളുടെ ഈ പാരമ്പര്യം ഇസ്ലാമിന്റെ പാരമ്പര്യം, അതിലാണ് ഞാൻ മുറുകെ പിടിക്കുന്നത്. ഞാൻ അത് പിൻപറ്റുന്ന ഒരാളാണ്. മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹുവിൽ ശിർക്ക് വെക്കാൻ പറ്റില്ല. ഞങ്ങൾ ഒരിക്കലും ശിർക്ക് ചെയ്യില്ല. ശിർക്കൻ ചിന്താധാരയുടെ ഭാഗമേ ആവില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും മാ കാന ലനാ, ഞങ്ങൾക്ക് ഭൂഷണമല്ല, അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈഇൻ, അല്ലാഹുവിൽ എന്തിനെങ്കിലും പങ്കുചേർത്ത് ഞങ്ങൾ ഭൂഷണമേ അല്ല. ദാലിക മിൻ ഫദ്ലില്ലാഹ്, അത് അല്ലാഹു ഞങ്ങളോട് കാണിച്ച ഔദാര്യമാണ്. തൗഹീദ് മുറുകെ പിടിക്കാൻ അവസരം കിട്ടുന്നത്, അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നത്
അതിന്റെ ഭാഗമായി തുടരാൻ കഴിയുന്നത്, ഏത് പരിസ്ഥിതിയും അതിൽ തന്നെ നിലനിൽക്കുന്നത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ഔദാര്യമാണ്. ഞങ്ങളോടും മൊത്തം മനുഷ്യരോടും അള്ളാഹു കാണിക്കുന്ന ഏറ്റവും വലിയ ഔദാര്യമാണ് അത്. വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ. പക്ഷേ അധിക ആളുകളും അന്നം നൽകുന്ന നാഥനെ മറന്ന് നന്ദിയില്ലാത്തവരായി ജീവിക്കാൻ. അതുകൊണ്ടാണ് ഈ ശിർക്ക് ചെയ്യൽ എന്നുകൂടി അദ്ദേഹം പറയുന്നത്. തൗഹീദ് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞു വെക്കുക. ഏറ്റവും സുന്ദരമായ വചനങ്ങളിൽ, ഏറ്റവും സമഗ്രമായ അവതരണമായിട്ട് സ്വപ്ന വ്യാഖ്യാനം ചോദിച്ച ആളോട് പറഞ്ഞിട്ട് ശേഷം പറയാ സാഹിബൈ സിജിൻ, അല്ലയോ ജയിലിലെ സഹതടവുകാരായ എന്റെ സഹതടവുകാരായ സഹോദരങ്ങളെ, സാഹിബ് രണ്ടുപേരെ അവരെ വിളിച്ചു പറയാം. അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. ഒരുപാട് ദൈവങ്ങൾ ഉണ്ടാവുക എന്നതാണോ, അതല്ല എല്ലാം അടക്കി ഭരിക്കുന്ന നിയന്ത്രിക്കുന്ന ഏകനായ ഒരു തമ്പുരാൻ ഉണ്ടാവുക എന്നതാണോ യുക്തിസഹമായ കാര്യം? ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിക്കുവിൻ എന്ന് അദ്ദേഹം അവരോട് പറയുകയും അവിടെ ചിന്തക്ക് മുമ്പിൽ ഇസ്ലാമിനെ സമർപ്പിക്കുന്നുണ്ട്. ഈ ഭാഗം ഖുർആൻ കൃത്യമായിട്ട് പറയുന്ന ഒരു ഭാഗമാണ്. അങ്ങനെ അവർ സ്വപ്നം പറഞ്ഞു, യൂസുഫ് വ്യാഖ്യാനവും പറഞ്ഞു. അതിൽ ഒരാൾ കണ്ട സ്വപ്നം, അയാള് രാജാവിന് വേണ്ടി വീഞ്ഞ് തയ്യാറാക്കി കൊടുക്കുന്നു എന്നാണ്. അപരൻ കണ്ട സ്വപ്നം, അയാൾ തലയിൽ അപ്പം ഏറ്റി മുന്നോട്ട് പോകുമ്പോൾ പക്ഷികളൊന്ന് കൊത്തിയെടുത്ത് കൊണ്ടുപോകുന്നു എന്നതാണ്. അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ, ഈ വീഞ്ഞ് നൽകുന്ന ആള്, അയാൾ തിരിച്ച് ജോലിയിലേക്ക് തിരിച്ചെത്തും, മറ്റേയാൾ കൊല ചെയ്യപ്പെടും. ഇതാണ് അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം ഖുർആൻ പറയുന്ന ഭാഗത്ത് കാണാൻ സാധിക്കും. അങ്ങനെ ആ വ്യാഖ്യാനം പറഞ്ഞ് ഇവർ രണ്ടുപേരും ജയിലിൽ നിന്ന് പോയി. ഒരാൾ കൊല ചെയ്യപ്പെട്ടു, മറ്റേയാൾ തന്റെ ജോലിയിലേക്ക് തിരിച്ചെത്തി രാജാവിന്റെ കൊട്ടാരത്തിൽ ജോലിയിൽ പ്രവേശിച്ചു. ഇത് പഴയ, അതിന് മുമ്പുള്ള ചരിത്രം. അങ്ങനെ ഇരിക്കെ രാജാവ് സ്വപ്നം കാണുന്നു. അദ്ദേഹം സ്വപ്നം കണ്ടപ്പോൾ രാജദാസ് വിളിച്ചുകൂട്ടി. സദസ്സിലെ പണ്ഡിതന്മാരെല്ലാം ഈ മേഖലയിൽ കഴിവുള്ള ആ ഈജിപ്തിലെ പ്രഗത്ഭരാണ്. അവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. 7 തടിച്ച പശുക്കൾ, 7 മെലിഞ്ഞ പശുക്കൾ, മെലിഞ്ഞ പശുക്കൾ തടിച്ച പശുക്കളെ തിന്നുന്നു. ഖുർആൻ ആ ഭാഗം പറയുന്നത്. പിന്നെ ഞാൻ 7 ഉണങ്ങിയ കതിരുകൾ കണ്ടു, 7 പച്ചിപ്പുള്ള നല്ല ശരിയായ ധാന്യക്കതിരും കണ്ടു. ഉണങ്ങിയ നല്ല ധാന്യങ്ങളില്ലാത്ത വരണ്ടുണങ്ങിയ വൈക്കോലാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരണം. അപ്പൊ രാജസദസ് മൊത്തം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. രാജാവിന്റെ സ്വപ്നമാണ്. പണ്ഡിത സദസ് പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അവർക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവരവസാനം ഇതൊക്കെ വൃഥാ സ്വപ്നങ്ങളാണ്, കെട്ടുപിണഞ്ഞ അൽഹാസ് അഹ്ലാം, ഖുർആന്റെ പ്രയോഗം കെട്ടുപിണഞ്ഞ സ്വപ്നങ്ങളാണ്. അതിന്റെ വ്യാഖ്യാനം ഞങ്ങൾക്കറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് രാജസദസ്സിൽ വീഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്ന ഈ കക്ഷിക്ക് യൂസുഫിനെ ഓർമ്മ വരുന്നു. അങ്ങനെ അദ്ദേഹം ഉടനെ കൊട്ടാരം വിട്ട് ജയിലിലെത്തി. അന്നും യൂസുഫ് ജയിലിലാണ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്നു, അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരണം. യൂസുഫ് വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. അടുത്ത 7 വർഷം സുഭിക്ഷമായി നിങ്ങൾക്ക് കൃഷി വിളവ് സാധ്യമാകും. നൈൽ നദി കടന്നു പോകുന്ന ഇരുകരയെയും ആ ജലസമൃദ്ധി കൊണ്ടും അതിനകത്ത് ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് കൊണ്ടും വളം ചെയ്ത് ജലസേചനം നടത്തി സമൃദ്ധമായ കൃഷി വളരുന്ന ഇടമാണ് ഈ പറയുന്ന ഈജിപ്ത്. അതുകൊണ്ട് അടുത്ത 7 വർഷം നല്ല സമൃദ്ധമായ കൃഷി ഉണ്ടാകും. ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും എണ്ണക്കുരുക്കളും നിങ്ങൾ ശരിയായി ശേഖരിച്ചു വെക്കണം. ശേഷം 7 വർഷക്കാലം കടുത്ത ക്ഷാമമാണ്. ആ ക്ഷാമത്തെ അതിജയിക്കേണ്ടത് കൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ 7 വർഷം നടത്തുന്ന കൃഷിയിലൂടെ ഉണ്ടാകുന്ന വിളവിന് മതിയായത് ആവശ്യമുള്ളത് മാത്രമേ കഴിക്കാവൂ. ബാക്കിയെല്ലാം അതിന്റെ കുലയിൽ തന്നെ സൂക്ഷിക്കണം. കുലയിൽ സൂക്ഷിക്കണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അന്ന് നമ്മുടെ ഇന്നത്തേതുപോലെ ഇത്തരത്തിൽ സംഭരണ സംവിധാനങ്ങളില്ല, സ്റ്റോറേജ് സിസ്റ്റങ്ങളില്ല. അതുകൊണ്ട് ഈ ധാന്യശേഖരം നിലനിൽക്കാൻ 7 വർഷം തുടരണമെങ്കിൽ, അടുത്ത 7 വർഷത്തേക്ക് ഉപയോഗിക്കാൻ ഉപകാരപ്പെടണമെങ്കിൽ അതിന്റെ കതിരിൽ തന്നെ നിൽക്കണം. നിങ്ങൾ ആ കൊയ്തെടുത്ത നെല്ല് അല്ലെങ്കിൽ ഗോതമ്പ് മതിച്ചെടുക്കരുത്, ധാന്യങ്ങളെ വേർതിരിക്കരുത്. അതിന്റെ കതിരിൽ തന്നെ തുടർന്ന് പ്രത്യേകമായി ആ കാലഘട്ടത്തിന്റെ അവസ്ഥയിൽ സാധ്യമാകുന്ന ഒരു സ്റ്റോറേജ് സംവിധാനത്തെ അള്ള പഠിപ്പിക്കാം. അങ്ങനെ പറഞ്ഞു വെച്ചു. അങ്ങനെ 14 വർഷത്തിനപ്പുറത്ത് 15-ാം വർഷം വീണ്ടും സമൃദ്ധമായ മഴ ലഭിക്കും. നിങ്ങളുടെ മണ്ണ് വിളയും, ആകാശം കനിയും, മണ്ണ് വിളയും. അപ്പൊ നിങ്ങൾക്ക് മതിയായ അളവിൽ വീണ്ടും നിങ്ങളുടെ സമൃദ്ധിയിലേക്ക് തിരിച്ചു പോകാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഖുർആനിക ആയത്തിന്റെ നേർ മലയാളമാണ് സമയദൈർഘ്യം ഭയന്ന് ഇങ്ങനെ പറഞ്ഞു വെച്ചത്. ഈ വേലക്കാരൻ
കൊട്ടാരത്തിലെ സേവകൻ ഇതുമായി രാജാവിന്റെ സദസ്സിലേക്ക് ഓടി. എത്രമാത്രം സന്തോഷത്തോടെ ആയിരിക്കും അദ്ദേഹം ആ വിവരം പറഞ്ഞിട്ടുണ്ടാവുക. കാരണം രാജസദസ്സിലെ പ്രഗത്ഭരായ മലക് എന്നാണ് ഖുർആന്റെ പ്രയോഗം. ഈ നേതാക്കന്മാരൊക്കെ പരാജയപ്പെട്ടിടത്ത് രാജാവ് കണ്ട സ്വപ്നം വെറും പാഴ് സ്വപ്നമാണെന്ന് പറഞ്ഞിടത്ത് ആ സ്വപ്നത്തിന്റെ ശരിയായ വ്യാഖ്യാനം ആ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും വലിയ മൂല്യമായ, വിജ്ഞാനമായ, വിവരമായ, കരുതലായ ഒരു സംഗതിയെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പടി കൊണ്ടുവന്ന് അവതരിപ്പിച്ചപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് കാണണം അദ്ദേഹത്തോട് വരാൻ പറയൂ, കൊണ്ടുവരൂ. എല്ലാ ശിക്ഷാവിധിയും റദ്ദ് ചെയ്ത് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ആജ്ഞ പുറപ്പെടുവിച്ചു. പരിവാരങ്ങൾ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഉദ്ദേശമില്ല, എനിക്കെതിരെ വലിയൊരു ആരോപണം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ജയിലടക്കപ്പെട്ടതാ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈ രാജാവ് നേരെ ഇറങ്ങിയിട്ട് പെണ്ണുങ്ങളെ വിളിച്ചു കൂട്ടി ചോദിച്ചു, നിങ്ങളൊരു ദുരാരോപണം നടത്തിയില്ലേ യൂസുഫിനെതിരെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു ഭരണകൂടം ഒരു മുസ്ലിമായ ഭരണാധികാരിക്ക് വിശ്വാസം വന്ന ജയിൽ പുള്ളിയായ ഒരാൾക്ക് വേണ്ടി ഈ ആരോപണം ഉന്നയിച്ച മൊത്തം സ്ത്രീകളെ വിളിച്ചുകൂട്ടി ചോദിക്കുന്ന ചോദ്യമാണ് സൂറ യൂസുഫിലെ 51-ാം വചനത്തിൽ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളാണല്ലോ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത്. റാവത്തിനെ നിങ്ങളല്ലേ അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹം വഴങ്ങാത്തപ്പോഴല്ലേ നിങ്ങൾ അദ്ദേഹത്തിന് ആരോപണം ഉന്നയിച്ചത്. ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കുൽനാ സ്ത്രീകൾ ഒന്നടങ്കം പറഞ്ഞു, അള്ളാഹുവിന് സർവസ്തുതിയും ദൈവത്തിന് സ്തുതി. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരു ആരോപണവും പറയാം, അദ്ദേഹം വിശുദ്ധനാണ്, അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു തിന്മയും ഞങ്ങൾക്കറിയില്ല. ആ സമയത്ത് ഈ പറയുന്ന അസീസിന്റെ പ്രഭുവിന്റെ ഭാര്യ അദ്ദേഹത്തോട് നേരെ വന്നിട്ട് പറഞ്ഞു, രാജാവിനോട്, കാലത്ത് ഇമ്രാത്തുൽ അസീസിൽ ഇപ്പോ സത്യം വെളിപ്പെട്ടു വന്നിരിക്കുകയാണ്. ഞാനാണ് അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹം എന്നോട് മോശമായിട്ട് ഒരു നോട്ടമോ വാക്കോ പ്രവൃത്തിയോ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തതാണ് ഈ തെറ്റ് എന്നവർ തുറന്നു പറഞ്ഞു. അങ്ങനെ ആ യാഥാർത്ഥ്യം പുറത്തു വന്നപ്പോ യൂസുഫ് പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ച കാര്യം പ്രഭുവിനെ, അസീസിനെ ഞാൻ വഞ്ചിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ പത്നിയെ ഞാനായിട്ട് അന്യായം പ്രവർത്തിച്ച് കൈവെക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം എനിക്ക്. കാരണം വഞ്ചകരെ വഞ്ചകന്മാരുടെ തന്ത്രങ്ങളെ അള്ളാഹു ഒരിക്കലും വിജയിപ്പിക്കില്ല. ഞാനൊരു വഞ്ചനയും കാണിച്ചത് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇവരോട് ചോദിക്കണം, നിങ്ങൾ ആ അഭിപ്രായം അറിയണമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് അങ്ങനെ രാജോചിതമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ കൊട്ടാരത്തിലേക്ക് വരികയാണ്. രാജാവ് അദ്ദേഹത്തെ സ്വീകരിച്ച് പറഞ്ഞ വർത്തമാനം, അദ്ദേഹത്തെ എന്റെ അടുക്കലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരൂ, ഞാൻ അദ്ദേഹത്തെ എന്റെ സ്വന്തക്കാരനായി എന്റെ അധികാരം ഏൽപ്പിക്കാൻ പോവുകയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തേതുപോലെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളൊന്നുമില്ല. രാജാവ് ഭരിക്കുന്നു, ഏതാനും ആളുകളും മന്ത്രിയൊക്കെ ഉണ്ടാകും, സൈനിക സംവിധാനം ഉണ്ടാകും. മൊത്തത്തിൽ ഇന്നത്തെ പോലെ ആഭ്യന്തരം, ഭക്ഷ്യവകുപ്പ് വേർതിരിച്ച പരിപാടിയൊന്നുമില്ല. മുഖ്യ വിഷയം ജനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ട ഭക്ഷണ വകുപ്പാണ്. അതാണ് മുഖ്യ വിഷയം. ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് മുന്നോട്ടുള്ള പ്രയാണത്തിൽ പട്ടിണി ഇല്ലാതിരിക്കുക, സുഭിക്ഷത വരിക, അതാണ് രാജഭരണത്തിന്റെയും എല്ലാ ഭരണത്തിന്റെയും ആധികാരികത. അതുകൊണ്ട് ഈ രാജാവ് കൊണ്ട് നടക്കുന്ന ഈ വിഷയത്തിൽ ജനങ്ങളുടെ സുഭിക്ഷതയുമായി ബന്ധപ്പെട്ട ഭക്ഷ്യ ദൗർലഭ്യമില്ലാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ കൊണ്ട് നടക്കുന്ന ആ പ്രധാനപ്പെട്ട വകുപ്പ് അത് യൂസുഫ് നബി ഏൽപ്പിച്ചു കൊടുത്തു. യൂസുഫ് നബി അത് ചോദിച്ചു വാങ്ങി. ഖുർആൻ പറഞ്ഞ അദ്ദേഹം ഈ രാജ്യത്തിന്റെ ഖജനാവ് എന്നെ ഏൽപ്പിക്കൂ, ഇന്നി ഹഫീദുൻ അലീം, ഞാൻ അതിനെ കുറിച്ച് വേണ്ടതുപോലെ അറിവുള്ളവനും ഹഫീദ് അത് നേരത്തെ സൂക്ഷിച്ച് കൈകാര്യം കഴിയുന്ന ആളാണെന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്. അതിനുമുമ്പ് രാജാവ് ഇദ്ദേഹത്തോട് യൂസുഫിനോട് പറയുന്നുണ്ട്, ഫലമ്മ കല്ലമഹു, സംസാരിച്ചപ്പോ രാജാവ് പറഞ്ഞു, ഇന്നക്കൽ യൗമ ലദൈനാ മക്കീനുൻ അമീൻ, നീ ഞങ്ങളുടെ അടുത്തുള്ള ഉന്നത സ്ഥാനമുള്ള മക്കീൻ, ഉയർന്ന സ്ഥാനമുള്ള അമീൻ, വിശ്വസ്തനുമാണ്. അതുകൊണ്ട് നിനക്ക് ഇത് ഏൽപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എങ്കിൽ ആ ഖജനാവിനെ ഏൽപ്പിക്കൂ, ഞാൻ നിങ്ങളുടെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം നൽകാം എന്ന് പറഞ്ഞ അദ്ദേഹം അധികാരം ഏറ്റെടുത്തു എന്ന ഇത്രയും ചരിത്രം നമുക്ക് കേട്ടതാണ്. ഊന്നിയ ഭാഗം പുതിയ കാലത്ത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ഒരു മുസ്ലിം പോലും അവിടെ ഇല്ല. ആദ്യത്തെ മുസ്ലിം ഈ പറയുന്ന പ്രവാചകനാണ്. മുസ്ലിമീങ്ങൾ ആരുമില്ലാത്ത ഒരു നാട്ടിൽ
മുശ്രിക്കീങ്ങൾക്ക് മേൽക്കൈയുള്ള ഒരു നാട്ടിൽ, ബഹുദൈവ ആരാധനാക്രമം അധികാരം വാഴുന്ന ഒരു നാട്ടിൽ, അത് രാജഭരണോ മറ്റെന്തോ വ്യവസ്ഥയോ നാട്ടുകൂട്ട പ്രമാണിമാരോ ആരോ ആവട്ടെ, അത്തരം ഒരു ക്രമത്തിൽ ആ രാജ്യത്തെ മനുഷ്യരെ മുഴുവനായും നേർവഴിക്ക് വഴി കാണിച്ചു കൊടുക്കാൻ, മൂല്യങ്ങളിലേക്ക് നയിക്കാൻ, അവരെ നന്മയിലേക്ക് ഉന്മുഖരാക്കാൻ, അവരെ നീതിയുടെ ധർമ്മത്തിന്റെ വിഭവങ്ങൾ കൃത്യമായി പങ്കുവെച്ച് കിട്ടുന്ന സുഭിക്ഷയുടെ വഴിയിലേക്ക് നയിക്കാൻ അധികാരം ഏറ്റെടുക്കുന്ന, അധികാരം ഏൽപ്പിക്കപ്പെടുന്ന ഒരു മുസ്ലിമിന് കഴിയണം എന്ന് ഖുർആൻ പഠിപ്പിക്കുക. ഇതൊരു വലിയ പാഠാ. നമ്മളൊരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു ശേഷമാണ് കൂടിയിരിക്കുന്നത്. അധികാരം ഏൽപ്പിക്കപ്പെടുന്നവൻ നാട്ടിൽ നടക്കുന്ന സകല അന്യായങ്ങളുടെയും രീതി തന്നെ തുറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു എങ്കിൽ മുസ്ലിമായി തുടരാൻ കഴിയില്ല, പേരിൽ അയാൾ മുസ്ലിം ആണെങ്കിലും. ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്. എന്തുകൊണ്ട് യൂസുഫ് നബി ഈജിപ്തിൽ അധികാരം വാണ ഈ കാലത്തെ അതുമാത്രം ഊന്നിക്കൊണ്ട് ആ ചരിത്രം അദ്ദേഹത്തിന് ഖുർആൻ പഠിപ്പിക്കുന്നു എന്നതൊരു ചിന്തനീയമായ വിഷയമാണ്. എന്തിന് ഖുർആൻ ഈ വിഷയം പഠിപ്പിക്കുന്നു? ഇത് കേവലം ഒരു കഥയല്ല. യൂസുഫ് നബി ഈജിപ്തിലെത്താനുള്ള ചരിത്രം പറഞ്ഞു, വ്യത്യസ്ത അനുഭവം പറഞ്ഞു, ജയിലിലെത്താനുള്ള കാരണവും പറഞ്ഞു, ജയിലിൽ നിന്ന് പുറത്തു വരാൻ കാരണമായ വിഷയവും പറഞ്ഞു. ഇങ്ങനെയാണ് അതിന്റെ ക്രോണോളജി. ചരിത്രം അങ്ങനെയാണ് ഖുർആൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ജയിലിൽ നിന്ന് പിന്നെ നേരെ വരുന്ന അധികാരത്തിലേക്ക്. അധികാരം വാഴുന്ന ആ നാട്ടിൽ മുസ്ലിമീങ്ങളില്ല. അങ്ങനെ അധികാരം വാണ യൂസുഫ് നബിയുടെ ഈ ചരിത്രത്തെ, അദ്ദേഹത്തിന്റെ ഭരണ മാതൃകയെ കൃത്യമായി മുഫസ്സിരീൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അധികാരം ഏൽപ്പിക്കപ്പെടുന്ന ഏതൊരു മുസ്ലിമും, അത് ഏത് തലത്തിലാവട്ടെ, ത്രിതല സംവിധാനത്തിലോ അതിന് താഴെയോ മുകളിൽ എവിടെയാവട്ടെ, യൂസുഫ് നബിയിൽ മാതൃകയില്ല. മഹാനായ യൂസുഫ് നബി ഒരു വകുപ്പാണ് കൈകാര്യം ചെയ്തത്, ഭക്ഷ്യ വകുപ്പ്. ഏൽപ്പിക്കപ്പെടുന്ന മേഖല ഏതാണോ ആ മേഖലയിൽ ഇസ്ലാമിനെ മുറുകെ പിടിച്ച്, തൗഹീദിനെ മുറുകെ പിടിച്ച്, നീതിയും ധർമ്മവും മുറുകെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ മുസ്ലിം ബാധ്യസ്ഥനാണ്. അതിന് തയ്യാറല്ലാത്ത മുസൽമാന്മാർ തങ്ങളുടെ ഇഷ്ടാനുസാരമോ പാർട്ടി നിലപാടനുസരിച്ചോ തങ്ങളുടെ സ്വന്തം സ്വാർത്ഥ നേട്ടങ്ങൾക്കോ തങ്ങളുടെ മറ്റു ഭൗതിക നേട്ടങ്ങൾക്കോ വേണ്ടി ആ ഉത്തരവാദിത്വം വഞ്ചിച്ചാൽ അവർക്കൊരിക്കലും ദിക്ർ കൊണ്ടും സലാത്ത് കൊണ്ടുമൊക്കെ അങ്ങ് ഈ മഹാന്മാര് കടന്നുപോയ സ്വർഗത്തിലേക്ക് പോകാൻ വഴിയൊരുങ്ങും എന്ന് വിചാരിക്കുന്നവർ വിഡ്ഢികളാണ്. അതുകൊണ്ടാണ് ഖുർആൻ ഈ ചരിത്രം പഠിപ്പിച്ചത്. അതുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ യൂസുഫ് നബിയുടെ ചരിത്രത്തെ മുൻനിർത്തി 5 പോയിന്റുകൾ പറയുന്നു. നമ്മുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളുകൾക്ക് ആ വിഷയത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമോ നമ്മുടെ നാട്ടിൽ എന്ന് വിനയപുരസ്സരം നമുക്ക് പറയാം. നമുക്കങ്ങനെ പറയാനല്ലേ കഴിയൂ. പണ്ഡിതന്മാർ പറയാം, ഒന്ന് യൂസുഫ് നബി യോഗ്യനായിരുന്നു എന്നതാണ് യോഗ്യത. അതുകൊണ്ട് അദ്ദേഹം ഇന്നി ഹഫീദുൻ അലീം, ഞാൻ യോഗ്യനാണ് ഈ വിഷയം ഏറ്റെടുക്കാൻ, എനിക്കതിൽ അറിവുണ്ട്. നിങ്ങളുടെ നാട്ടിൽ വരാനിരിക്കുന്ന ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നിൽക്കുന്ന അറിവുണ്ട്. എന്നല്ല, ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൃത്യതയോടുകൂടി, ഹഫീൽ സൂക്ഷ്മതയോടുകൂടി ഞാനത് കൊണ്ടു നടത്തുകയും ചെയ്യുമെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്റെ ആദർശം അടിയറവെക്കാതെ ഇസ്ലാമികമായ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ആ നാട്ടുകാർക്ക് വേണ്ട ഭരണപരമായ നേതൃത്വം കൊടുക്കാൻ തനിക്കുള്ള കഴിവിനെ, തന്റെ യോഗ്യതയെ, തന്റെ ആത്മാർത്ഥതയെ, തന്റെ സത്യസന്ധതയെ തെളിയിച്ചുകൊണ്ട് അദ്ദേഹം ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. ആ ഉത്തരവാദിത്തം അസ്ദിഖ് വൽ അമാന, സിദ്ദീഖ് അമീൻ, സിദ്ദീഖ് അമീൻ, അസ്ദിഖ് വൽ അമാന, സത്യസന്ധതയും വിശ്വസ്തതയും വ്യക്തമായി കാഴ്ചവെക്കാൻ അതിന് ജീവിതം കൊണ്ട് കഴിഞ്ഞു, ശേഷവും കഴിഞ്ഞു, അധികാരത്തിൽ ഇരിക്കുമ്പോഴും കഴിഞ്ഞു. അത് കൈമോശം വന്നില്ല. വിശ്വസ്തതയും സത്യസന്ധതയും കൈമോശം വരുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവുക. അതുകൊണ്ട് അദ്ദേഹം ഒരു പ്ലാൻ പ്രഖ്യാപിച്ചു. ആ രാജാവ് കണ്ട സ്വപ്നത്തെ മുൻനിർത്തി അദ്ദേഹം പ്രഖ്യാപിച്ച പ്ലാനിനെ 3 ഘട്ടങ്ങളായിട്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഖുർആനിക ആയത്തിന്റെ അടിസ്ഥാനം വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആദ്യം 7 വർഷക്കാലം ക്ഷാമകാലം വരും. ആ ക്ഷാമകാലത്ത് നല്ല ക്ഷാമകാലം വരാനിരിക്കുന്ന ആ സമയത്ത് നിങ്ങൾ ശരിക്കും കരുതി വെക്കാൻ കണ്ടിട്ട് ഇനി നിങ്ങൾ ശരിക്കും അധ്വാനിക്കണം. അതുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന എല്ലായിടവും കൃഷി ഇറക്കണം, വിളവെടുക്കണം. എന്നിട്ട് വിളവെടുക്കുമ്പോൾ അതിൽ നിന്ന് അമിതമായി ദുർവ്യയത്തിന്റെ ഭാഗമായി അധികം ഉപയോഗിക്കരുത്, വളരെ പരിമിതമായി ഉപയോഗപ്പെടുത്തണം. ബാക്കിയെല്ലാം നിങ്ങൾ ക്ഷാമകാലത്തേക്ക് മാറ്റിവെക്കണം. അങ്ങനെ ഒരു രീതിയിൽ ഇപ്പോഴുള്ള 7 വർഷത്തെ നല്ല അവസ്ഥയെ ഉപയോഗപ്പെടുത്തണം. ഈ 7 വർഷം നിങ്ങൾ നന്നായിട്ട് കൃഷി ചെയ്യണം. ഭക്ഷണത്തിന് ആവശ്യമുള്ളത് മാത്രം എടുത്ത്
അതിന്റെ കതിരിൽ തന്നെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ 7 വർഷത്തേക്ക് ഒരു പ്ലാൻ, ഒരു ഫുഡ് പ്ലാനിങ് പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം മുന്നോട്ട് പോവുകയാണ്. അവിടുത്തെ ജനങ്ങളെ ഇപ്പോൾ നയിക്കുന്ന വികാരം ഈ കൽപ്പനകളാണ്, ഈ പ്രവാചകന്റെ ആഹ്വാനങ്ങളാണ്, അദ്ദേഹത്തിന്റെ ഉത്ബോധനങ്ങളാണ്. അവർക്കുള്ള ദൂത്തിനെ കുറിച്ചും ദുർവ്വേദത്തെ കുറിച്ചും ബോധ്യമുണ്ട്. ഈ മണ്ണ് വിളയുന്നത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണെന്ന് ബോധ്യമുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള കൃഷിഭൂമിയുടെ വിലയും ആ വെള്ളത്തിന്റെ വിലയും ഈ 7 വർഷക്കാലത്തിന്റെ വില ശരിക്കും മനസ്സിലായി. ആ സമൂഹം ഒന്നടങ്കം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടുമാർ എഴുതി വെച്ചിരിക്കാം. ഒരു നാടിനെ മൊത്തം ഒരു പ്രവാചകൻ ഒരു വകുപ്പ് ഏൽപ്പിച്ച് കിട്ടിയപ്പോൾ കൊണ്ടു നടന്ന രീതി പഠിപ്പിക്കാൻ, നാട്ടിനു വേണ്ടി തങ്ങളുടെ കയ്യിൽ കിട്ടിയ അധികാരത്തെ മുൻനിർത്തി ആ സംവിധാനത്തെ, അത് വാർഡാണെങ്കിൽ വാർഡ് ഭരണ സംവിധാനത്തിന്റെ വ്യാപ്തിക്കനുസരിച്ച് അവിടെ വെച്ച് പ്ലാൻ ചെയ്യണം. നല്ല അറിവോടെ കഴിവോടെ കൊണ്ടു നടക്കണം മനുഷ്യർക്ക് വേണ്ടി. ആ രീതിയിൽ അദ്ദേഹം 7 വർഷക്കാലത്തെ പ്ലാൻ പ്രഖ്യാപിച്ചു. ശേഷം 7 വർഷക്കാലം ക്ഷാമം വരാൻ പോവുകയാണ്. അതുകൊണ്ട് കഠിനമായ ക്ഷാമത്തിന്റെ 7 വർഷമാണ് വരാനിരിക്കുന്നത്. നിങ്ങൾ കരുതി വെച്ചതൊക്കെ തീർന്നു പോകാൻ മാത്രം കാഠിന്യമുള്ള ക്ഷാമമായിരിക്കും. ഇല്ലാ ഖലീലമാ തുക്സിനൂൻ, നിങ്ങൾ വിത്തിനായി മാറ്റിവെക്കുന്ന വിത്തുണ്ടല്ലോ അത് മാത്രം ബാക്കി വരുള്ളൂ, ബാക്കിയെല്ലാം തീരും. അത്രയും കഠിനമായ ക്ഷാമം വരാനിരിക്കുന്നുണ്ട്. ഒരു നാടിന് വരാനിരിക്കുന്ന ദുരന്തത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ മറികടക്കാൻ പറ്റുന്ന പ്ലാനും പദ്ധതിയും പ്രഖ്യാപിച്ച് മുഴുവൻ മനുഷ്യരെയും ഒന്നായി മുന്നോട്ട് നയിക്കുന്ന ഒരു ഭരണാധികാരിയെ നമ്മൾ കാണുകയാണ് ഖുർആന്റെ വചനത്തിലൂടെ. സൂറ യൂസുഫ് എന്നിട്ട് അദ്ദേഹം പറയുന്നു, പിന്നീട് 15 കൊല്ലം കഴിയുമ്പോൾ നല്ല മഴക്കാലം കിട്ടും, സമൃദ്ധമായി മഴ കിട്ടും. അപ്പൊ ആകാശം കനിയും, ഭൂമി വിളയും, നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ധാന്യപ്പുരകൾ നിറയും. അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് ധാന്യങ്ങളിൽ നിന്ന് എണ്ണക്കുരുത്തിന് എണ്ണ എടുക്കാം, പഴങ്ങൾ ജ്യൂസ് എടുക്കാം. നിങ്ങൾ എങ്ങനെയാണോ ഭക്ഷ്യ വിഭവങ്ങൾ തയ്യാറാക്കാറ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സാധ്യമാകും. അതുകൊണ്ട് ഈ കൃത്യമായ പ്ലാനിങ്, ആദ്യത്തെ 7 വർഷം ക്ഷേമകാലം, പിന്നെ 7 വർഷം ക്ഷാമകാലം, പിന്നെ വീണ്ടും സമൃദ്ധിയുടെ കാലം. ഈ കൃത്യമായ പ്ലാനിങ് അവതരിപ്പിച്ചു. അത് അവതരിപ്പിക്കാനും പ്ലാൻ ചെയ്യാനുള്ള കഴിവും അറിവും ഹഫീദുൽ അലീം, ഇന്നി ഹഫീദുൽ അലീം, എനിക്കതിൽ അറിവുണ്ട്, എനിക്കത് കൊണ്ടു നടക്കാനും കഴിയുമെന്ന ആ കഴിവ്, നേതൃപരമായ കഴിവ്, ഭരണപരമായ മികവ്, ആസൂത്രണത്തിന്റെ കഴിവ്, വരും വരായികൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കഴിവ്, അതിന് പറ്റുന്ന സത്യസന്ധത, വിശ്വസത, ഇതാണ് യൂസുഫ് നബിയുടെ ഒന്നാമത് യോഗ്യത. ഈ യോഗ്യതയുമായി ഏതേത് മുസ്ലിം ലഭ്യമായ അധികാര ക്രമത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുവോ സമൂഹം അവരുടെ കൂടെ വരും. ഈ സമുദായത്തെ നാട്ടുകാർക്ക് വേണ്ടി വരും. നിങ്ങളെ അകറ്റി മുന്നോട്ട് പോകാൻ കഴിയില്ല. അവരുടെ മുഖ്യമായ വകുപ്പ് നിങ്ങളെ ഏൽപ്പിക്കും. കാരണം നിങ്ങളെ വിശ്വസ്തരായിട്ടുള്ളൂ, അമീൻ, നിങ്ങളെ സത്യസന്ധരായിട്ടുള്ളൂ, നിങ്ങൾ കഴിവുള്ളവരാണ്, നിങ്ങൾ യോഗ്യരാണ്. അപ്പൊ അറിവും കഴിവും യോഗ്യതയും ആർജിച്ച് രംഗത്ത് വരണം. 2, ജനസേവനം പ്രബോധന മാർഗമായി സ്വീകരിച്ചു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇത് ജനങ്ങളെ സേവിക്കലാം. ആ നാട്ടിൽ മുസൽമാന്മാരില്ല, പള്ളിയില്ല, സംവിധാനമില്ല. ഇദ്ദേഹമാണ് ആദ്യത്തെ മുസ്ലിം. ഇപ്പോൾ ഇനി ആളുകളിലേക്ക് വന്നിട്ട് വേണം ആ ഒരു നാട്ടിൽ മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി ജനസേവനത്തിന്റെ മാർഗമായിട്ട് അധികാരത്തെ ഉപയോഗപ്പെടുത്തി. അധികാരം കയ്യിൽ കിട്ടിയവൻ സ്വന്തം സേവനത്തിന്റെ, കുടുംബ സേവനത്തിന്റെ, തന്റെ ആളുകളുടെ സേവനത്തിന്റെ, തന്റെ അധികാരത്തിന്റെ, തന്റെ ഈ പറയുന്ന അഭിവൃദ്ധിയുടെ ഒക്കെ മാർഗമായിട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ അറിയണം, ഇങ്ങനെ ഒരു ചരിത്രമുണ്ട് ഈ ഖുർആനിൽ. ഖത്മ് തീർക്കുമ്പോൾ ഓതി പോകുന്ന ഭാഗം അത് വെറുതെ ഒരു പഴംപുരാണം കഥ പറഞ്ഞാൽ ഓർമ്മ വേണം. അതുകൊണ്ട് ഖിദ്മത്തു ഖൽഖ്, മനുഷ്യന് വേണ്ടി സേവനം ചെയ്യുക, മുസ്ലിം സമുദായത്തിന്റെ ഓരോ അംഗത്തിന്റെ നിയോഗമാണത്. ഉഖ്റത്തുൽ ഇന്നാസ്, മനുഷ്യർക്ക് വേണ്ടിയാണ് നിങ്ങൾ. അതുകൊണ്ട് ഈ സമൂഹത്തിന് സേവനം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം എന്ന് ആ സേവനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഈ അധികാരത്തെ ഉപയോഗപ്പെടുത്തി. 2, മൂന്നാമത് മൂല്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചു. അദ്ദേഹം ഒരിക്കലും ജയിലിൽ തന്റെ തടവുകാരോട് പറഞ്ഞ ഭാഗം ഇവിടെ നോതി കൽപ്പിച്ചു. തൗഹീദിനെ ഊന്നി പറഞ്ഞിട്ടാ, ഞാൻ നിങ്ങളുടെ കൗമിൽപ്പെട്ടതല്ല, നിങ്ങളുടെ കൗമ് ശിർക്കൻ ചിന്താധാരയിലാണ്, നിങ്ങൾ പരലോക നിഷേധികളാണ്. ഞാൻ ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് ആ പരമ്പരയിൽപ്പെട്ട ഏകദ വിശ്വാസിയാണ്. തന്റെ ആദർശം മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹം ജയിലിൽ സംസാരിച്ചു. തടവറന്ന് പുറത്തു വന്ന അധികാരത്തിന് സംസാരിച്ചു. തൗഹീദ് കൈയൊഴിയാതിരിക്കുക, ഇസ്ലാമിനെ കൂടെ നിർത്തുക, അതിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുക. അധികാരം ലഭിച്ചാൽ ഇസ്ലാമിക മൂല്യങ്ങളെ കൈയൊഴിഞ്ഞിട്ട് പിന്നെ ഇസ്ലാമുമായുള്ള ബന്ധത്തെ തന്നെ യഥാർത്ഥത്തിൽ നേരെ പ്രകടിപ്പിക്കാൻ തയ്യാറില്ലാതെ താല്പര്യാനുസാരം വോട്ടിന് വേണ്ടി ഇസ്ലാമിനെയും കൂടെ കൂട്ടുന്ന, എന്നാൽ മറ്റു താല്പര്യങ്ങൾക്ക് വേണ്ടി അതിലപ്പുറത്തുള്ള പണിയും ചെയ്യുന്ന ഒരുപാട് അന്യായങ്ങളും വഞ്ചനകളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ ഈ ചരിത്രം സവിശേഷമാകുന്നത് അവിടെയാണ്. അതുകൊണ്ട് ആരുമായി ഒത്തുകളിച്ചില്ല,
വ്യക്തിപരമായ നേട്ടങ്ങളുടെ പിറകെ പോയില്ല, ആദർശം കൈയൊഴിഞ്ഞില്ല, അഹങ്കാരവും ഗർവവും അധികാരത്തിലെത്തിയപ്പോൾ അത് കൊണ്ടു നടന്നില്ല. അങ്ങനെ വിനയാന്യതനായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി. മൂന്നാമത് പോയി. നാലാമത് പോയിന്റ് മുഫസ്സിറുകൾ പറയാം, പ്രതികാരമില്ലാത്ത ഭരണം. ലാ തസ്രീബ അലൈക്കും, അദ്ദേഹത്തിന്റെ ഒരു വാക്യമാണ് ഖുർആനിൽ വന്നത്. സൂറ യൂസുഫ്, അദ്ദേഹത്തെ അപകടത്തിൽപ്പെടുത്തിയവരോട് പോലും ലാ തസ്രീബ അലൈക്കും, നിങ്ങളോട് പ്രതികാരമില്ല കേട്ടോ. ആരോടും പ്രതികാരമില്ല. അദ്ദേഹത്തോട് അന്യായം കാണിച്ച സംവിധാനത്തോട്, അദ്ദേഹത്തെ ജയിലടക്കാൻ കാരണക്കാരായ നാട്ടിലെ വ്യവസ്ഥിതിയോട്, ഇങ്ങനെ എല്ലാം ഉണ്ടല്ലോ. അവിടെ കോടതിയുണ്ട്, ജഡ്ജിയുണ്ട്, വിധി പറഞ്ഞിട്ടുണ്ട്, പോലീസ് പിടിച്ചു കൊണ്ടുപോയി അറസ്റ്റിട്ടുണ്ട്, ജയിലിൽ കുറെ കാലം കഴിച്ചുകൂട്ടി. തന്നോട് അന്യായം കാണിച്ച് ആരോടും പ്രതികാരമില്ലാതെ ജീവിച്ച ഒരു മഹാപ്രവാചകൻ. അതുകൊണ്ടാണ് പ്രതികാരമില്ലാത്തവരെ, തൊഴിൽപരമായോ വ്യക്തിപരമായോ ഇതിനെ ദ്രോഹിച്ചവരോട്, സ്വന്തം സഹോദരന്മാരോട് പോലും പ്രതികാരം ചെയ്യാതെ അദ്ദേഹം അവർക്കെല്ലാം മാപ്പ് കൊടുത്തുകൊണ്ട് താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം ഇസ്ലാമിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി എന്ന് മുഫസ്സിറുകൾ എഴുതി വെച്ചിരിക്കാം. ഇതെല്ലാം ഉദ്ധരണം വായിച്ച് പറയേണ്ട നമുക്ക് സമയത്തിന്റെ ദൈർഘ്യമുണ്ട്. അഞ്ചാമതായി, ആ വ്യവസ്ഥ ഇസ്ലാമിൻ്റെതല്ല. ഈജിപ്തിലെ ഭരണക്രമ ഇസ്ലാമിൻ്റെതല്ല. അവിടെ ആദ്യത്തെ മുസ്ലിമായി വന്നത് ഇദ്ദേഹമാണ്. അത്തരമൊരു അനിസ്ലാമിക വ്യവസ്ഥിതിക്കകത്ത് നിന്നുകൊണ്ട്, ആ വ്യവസ്ഥിതിയിൽ നിന്നുകൊണ്ട് മാറ്റം വരുത്താൻ നടത്തിയ ശ്രമമായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ. ആ വ്യവസ്ഥിതിയെ പൊളിക്കാൻ ശ്രമിച്ചില്ല. ആ ഭരണ സംവിധാനത്തിൽ നിന്നുകൊണ്ട്, ആ രാജാവിനെ അംഗീകരിച്ചുകൊണ്ട്, ഏറ്റവും ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ചുകൊണ്ട്, അതിന്റെ ഗുണഫലം അനുഭവിക്കുന്ന ഒരു നാട് ഒന്നടങ്കം അദ്ദേഹത്തിന്റെ ആദർശത്തോട് ബഹുമാനമുള്ളവരായി, അതിനോട് കൂറുള്ളവരായി, അദ്ദേഹത്തിന്റെ മൂല്യങ്ങളെ വിലമതിക്കുന്നവരായി, അദ്ദേഹത്തെ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമായിട്ട് മാറി എന്ന് ചരിത്രം കൃത്യമായിട്ട് പറയുകയാണ്. ഇത് യഥാർത്ഥം പഠിക്കേണ്ടുന്ന ഒരു പാഠമാണ്. അത്തരം ഒരു സവിശേഷമായ പാഠമാണ് യൂസുഫിന്റെ ചരിത്രം. അതൊരു അധികാരം ഏറ്റെടുത്ത മുസ്ലിം ഇല്ലാത്തൊരു നാട്ടിലെ ഒരു മുസ്ലിമിന്റെ അധികാര നിർവഹണ നിയോഗവുമായി ബന്ധപ്പെട്ട ചരിത്ര പാഠമാണ്. സവിസ്തരമായിട്ട് ഈ ഭാഗം മുഫസ്സിറുകൾ ചരിത്രം രേഖപ്പെടുത്തുന്നത്. അങ്ങനെ അദ്ദേഹം അധികാരം ഏൽപ്പിക്കപ്പെട്ട് തന്റെ മാതാപിതാക്കളും സഹോദരന്മാരും തിരിച്ച് ഈജിപ്തിലേക്ക് വന്നതിന് ശേഷം നടത്തിയ ഒരു ദുആയാണ്, പ്രാർത്ഥനയാണ് മുഖദ്ദിമിൽ ഓതി വെച്ചത്. 101-ാം വചനം, റബ്ബിഖദ് ആതൈതനീ മിനൽ മുൽക്ക്, എന്റെ നാഥ നീ എനിക്ക് അധികാരം നൽകി. ഞാൻ ഒരു ശ്രദ്ധേയമായ വ്യക്തിയെ അല്ലാതിരുന്ന ഒരു നാട്ടിൽ, ഇസ്ലാം ഇല്ലാത്ത ഒരു നാട്ടിൽ നീ എനിക്ക് അധികാരം നൽകി. വഅല്ലംതനീ മിൻ തഅ്വീൽ ഹദീസ്, ആ നാടിന്റെ വൈജ്ഞാനിക തലം സ്വപ്ന വ്യാഖ്യാനമാണ്. ആ മേഖല നീ എനിക്ക് ഏറ്റവും ഉയർന്ന വിജ്ഞാനവും നൽകി എന്നെ പഠിപ്പിച്ചു. ഫാത്തിറ സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച നാഥ, അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ, ഇഹലോകത്തും നാളെ പരലോകത്തും നീയാണ് കേട്ടോ എന്റെ വലിയ, എന്റെ രക്ഷകൻ. ഞാൻ നിന്റെ ദാസനാണ്, നീ എന്റെ വലിയ. അതുകൊണ്ട് തവഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്സാലിഹീൻ, എന്നെ നീ മുസ്ലിമായിട്ട് മരിപ്പിക്കണം, എന്നെ നീ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണം. തന്റെ അധികാരം കൊണ്ട് നടക്കുന്ന ഉന്നതമായ വിധാനത്തിൽ ഇരിക്കെ, തന്റെ മാതാപിതാക്കളും സഹോദരന്മാരും തിരിച്ചു വന്നിരിക്കെ അദ്ദേഹം നടത്തിയ പ്രാർത്ഥന ഒരു മുസ്ലിമിന് ശരിയായ വെളിപാടാണ്. തവഫനി മുസ്ലിമ, മുസ്ലിമായിട്ട് മരിക്കണം. അധികാരത്തിൽ ഇരിക്കുമ്പോഴും മുസ്ലിമായിട്ട് മരിക്കണം. സജ്ജനങ്ങളുടെ കൂട്ടത്തിലാവണം. ഇവിടെ നടക്കുന്ന അധികാരത്തിന്റെ സുഖാസീതള ഛായയിൽ സ്വയം മറന്ന്, ആദർശം മറന്ന്, ഇസ്ലാമിനെ മറന്ന്, മൂല്യങ്ങളെ മറന്ന്, ജനങ്ങളെ മറന്ന്, നേരും നെറിയും മറന്ന് മുന്നോട്ട് പോകുന്നവർ നമസ്കാര തഴമ്പിന്റെ ബലത്തിൽ സ്വർഗത്തിലെത്താമെന്ന് വിചാരിക്കുന്നു എങ്കിൽ ഈ ചരിത്രം അവർക്ക് മാപ്പ് കൊടുക്കില്ല. അതുകൊണ്ട് യൂസുഫിന്റെ ചരിത്രം വെറും ഒരു പഴംപുരാണമല്ല, അത് വിശ്വാസ കൃത്യമായ നിലപാടിന്റെ വെളിപാടിന്റെ ഇടങ്ങളാണ്. യഥാവിധി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മുടെ സഹോദരന്മാർ, അധികാരം ഏൽപ്പിക്കപ്പെട്ടവർ നേരെ ചൊവ്വേ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ഈ നാടിന്റെ സ്ഥിതി ഇതാകുമായിരുന്നില്ല. മുസ്ലിമീങ്ങളെ വെറുക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. നിങ്ങളില്ലാത്ത ഒരു നാട് വേണമെന്ന് ഒരാളും പറയുമായിരുന്നില്ല. നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നേ അവർ പറയൂ. അത്തരം ഒരവസ്ഥയിലേക്ക് അതിനെ മാറ്റാൻ നമുക്ക് കഴിയാതെ അതിന് ദുരന്തമല്ലേ ഞാൻ നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് കൂടി നമ്മൾ വിലയിരുത്തുക. അതുകൊണ്ട് ഖുർആനിന്റെ ഒരു കഥാകഥനവും വെറുതെയല്ല, അതെല്ലാം കൃത്യമായ പാഠങ്ങളാണ്. യഥാവിധി ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ അധികാരം ഏൽപ്പിക്കപ്പെട്ട മുസ്ലിം പേരുള്ളവർക്ക് സാധിക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു നമ്മയും അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസികും സാനിയൻ ബിതഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ,
അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കണം ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരും ദാസിമാരും നാം ഇവരെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ദൂരീകരിച്ച് അല്ലാഹു എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ജനിച്ച മണ്ണിൽ കാലുറപ്പിച്ച് ജീവിക്കാൻ അല്ലാഹു അവസരം ഒരുക്കുമാറാവട്ടെ. നമ്മുടെ നാശം കൊതിക്കുന്ന എല്ലാവരുടെയും നാശം അല്ലാഹു ഉറപ്പുവരുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഈസിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا